ശ്രീസ് വേൾഡ് ഓഫ് പാഷൻ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയൊരു ചലഞ്ചായിട്ടാണ്. അതൊരു ക്വിസ് ചലഞ്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആൻസർ പറയുന്നവർക്ക് ചെറിയൊരു പണിഷ്മെൻ്റ് ഉണ്ട്. പിന്നെ കറക്റ്റ് പറയുന്നവർക്ക് അതിനിഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് ഞാൻ പറയാം. ടോട്ടല് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയണത് കുറച്ച് GK ഉണ്ട്, പിന്നെ നോർമൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഉള്ളത് നമ്മുടെ രാമായണ മഹാഭാരത ക്വസ്റ്റ്യൻസ്. അപ്പം അങ്ങനെ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. റോങ് ആൻസർ വരുവാണെങ്കിൽ എന്താ പണിഷ്മെൻ്റ് എന്നുള്ളത് ഞാൻ പറയാം. ദേ ആദ്യം ഈ പൗഡർ അത് മുഖത്തങ്ങോട്ട് തേക്കും, വെള്ളം വേണ്ട. പിന്നെ റോങ് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് പേപ്പർ ഉണ്ടല്ലോ, കുരുമുളക് ഉണ്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് കടിക്കേണ്ടി വരും. പിന്നെയും റോങ് വരുവാണെങ്കിൽ നമ്മുടെ പാവയ്ക്ക അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതെടുത്ത് കഴിക്കണം. ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട. പിന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുരുമുളക് കടിക്കാൻ നേരത്തും വെള്ളം എടുത്ത് കുടിച്ചോ. അതിനാണ് ഫ്രണ്ടിൽ വെള്ളം വച്ചേക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് കാർത്തൂനോടാണ്. ഗസ് ദ സോങ്. സോങ് ഗസ് ചെയ്യണം. ഞാനൊരിപ്പോൾ ഒരു BGM ചെയ്യും. അപ്പോൾ ഞാനത് ട്യൂൺ ഇടുമ്പോഴത്തേക്കും ആ ട്യൂണിൻ്റെ പാട്ട് ഏതാണെന്ന് കാർത്തു പറഞ്ഞാൽ മതി. അതിന് ക്ലൂസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ BGM. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാക്കുവിന് കിട്ടി. മിഠായി എടുത്തു കൊടുത്തോ. ആ ചിരിയൊക്കെ നോക്കി. ഫുള്ള് വെച്ചോ. അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹരിനോടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഗസ് ദ സോങ് ആണ് കേട്ടോ. പാടിക്കോ. നമ്മുടെ സിനിമയുടെ പേര് ഇട്ടിമാണി. ആ ഒരു സ്റ്റാൻസ കറക്റ്റ് ആയിട്ട് പറയണം. തേഞ്ഞൊലിഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു സ്റ്റാൻസ് മൊത്തം പറയണം. അപ്പൊ അവള് ആ ഒരു ലൈന് ഫുൾ അങ്ങോട്ട് കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ. അപ്പൊ അതുപോലെ തന്നെ പറയണം. പാസ്സായെങ്കിൽ ഫസ്റ്റ് പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാവണം. പാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർത്തു സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ പറഞ്ഞില്ലല്ലോ. വെണ്ണിലാവു പെയ്തലിഞ്ഞ പുണ്യമാണു നീ. കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ് ദ മലയാളം മൂവി. നിങ്ങൾ കണ്ട സിനിമ തന്നെയേ ഞാൻ പറയുള്ളൂ. അത് ലെറ്റർ സ്റ്റാർട്ട്സ് വിത്ത് വി. അതിൽ ആരൊക്കെ അഭിനയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ. അതിൻ്റെ പാട്ട് ഞാനൊന്ന് പറയാം. ജ്ഞാപകം. പക്ഷേ വെരി ഗുഡ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ അവൾ കറക്റ്റ് ചെയ്തു. കൊടുത്തോളൂ. അപ്പൊ ഇനിയിപ്പോ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ മിട്ടുവിനോടാണ്. ഗസ് ദ ഹിന്ദി മൂവിയാണ്. കേസരിയാ തേരാ ഇഷ്ക് ഹേ പിയാ. വാവ്. ആലിയ ഭട്ടിൻ്റെ ഒക്കെ മൂവി. ഓക്കെ, പരമാസ്ത്രം. ഓക്കെ,
ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചെറിയൊരു ക്വസ്റ്റ്യനാണ്, കാർത്ത് പഠിച്ചേക്കണേക്കെ തന്നെയാണ്, പക്ഷെ ഒന്ന് ഓർത്തെടുക്കേണ്ടി വരും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ, വെരി ഗുഡ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിട്ടുവിനോടാണ്. വാട്ട് ഡസ് GB സ്റ്റാൻഡ്സ് ഫോർ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. അപ്പോൾ കൊടുത്തോളൂ. അത് ഫുള്ള് കഴിക്കണേ. എക്സ്പീരിയൻസ് കഴിച്ചോ. മണമൊന്നും നോക്കേണ്ട കാര്യമില്ല, കഴിച്ചോ. കടിച്ചു തന്നെ കഴിക്കണം. ഇത് കടിച്ചു കഴിയുമ്പോൾ കടിച്ചോ, പറ്റിക്കരുത് തന്നെ. കാണിച്ചേ. നന്നായിട്ട് കടിച്ചോ. നല്ല മധുരമുള്ള സാധനം. മാക്സ് ബെസ്റ്റ് ടേബിൾ ആണ്. 5 sevens are 5 sevens are 35. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ കൊടുത്തോളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. 9 8s are 72. ഓക്കെ, അതും കറക്റ്റായി. അപ്പോൾ കൊടുത്തോളൂ. അടുത്തത് കുറച്ച് ഈസി ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആട്ടോ. കാർത്തു ആണേ പറയേണ്ടത്. കാർത്തു പറയണേ. വാട്ട് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ? നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. Tiger. വാവ്, ഗുഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മിട്ടൂരോടാണ്. റെയിൻബോ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി കളേഴ്സ്? 7. What? Violet, indigo, blue, green, yellow, orange, red. ഓക്കെ, കറക്റ്റ്. അപ്പോൾ കൊടുത്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർത്തൂനോടാണ്. ATM. ATM stands for? ATM stands for? Tick tick 1, Tick tick 2. tick tick 2, Tick tick 3. tick tick 3, 4. tick tick 4, 5. tick tick 5. അപ്പോൾ നമ്മുടെ കാക്കുവിൻ്റെ ആദ്യത്തെ പണിഷ്മെന്റ് ചെയ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അപ്പോൾ ഇനി ആരോടാ ചോദിക്കണ്ടേ? ചേട്ടനോട്. വാട്ട് വാസ് ഭീഷ്മാസ് റിയൽ നെയിം? Devavrata. ദേവ. Ruda. അല്ലേ? ഓക്കെ, കൊടുത്തോളൂ. Who was വസുദേവർസ് സിസ്റ്റർ? വസുദേവന്റെ സിസ്റ്റർ മീൻസ് കൃഷ്ണന്റെ അച്ഛനല്ലേ വസുദേവർ. ആ വസുദേവരുടെ സിസ്റ്ററിന്റെ പേരെന്താണ്? നമ്മുടെ കൃഷ്ണൻ എന്താണ് അവരെ വിളിക്കണേന്ന് അറിയാമോ? വെരി ഗുഡ്. അപ്പൊ കൊടുത്തോളൂ കാർത്തൂന്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാമായണ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ വാസ് ദ ഗുരു ഓഫ് ദശരഥ?
ദശരഥന്റെ ഗുരു ആരാണ്? വസിഷ്ഠ. ആ വെരി ഗുഡ്. കൊടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിട്ടുവിനോടാണ്. ഓൺലി 5 ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്. ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ വാസ് അയോധ്യ? Easy. ഏത് നദീ തീരത്താണ് അയോധ്യ ഉള്ളത്? സരയു. സരയു. ഓക്കെ, ഗുഡ്. അപ്പൊ കൊടുത്തോളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർത്തൂട്ടിക്ക്. ഹു വാസ് രാവണാസ് ഫാദർ? രാവണന്റെ അച്ഛൻ്റെ പേര്? വിശ്വാസ്. ഓക്കെ, വെരി ഗുഡ്. ഇത് നിങ്ങളും മിഠായി കഴിക്കലുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇനി അടുത്തത് നമ്മുടെ കാർത്തൂന് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് വന്നത് നിനക്കാന്ന് മാത്രമേ ഉള്ളൂ. ഹൗ മെനി കാണ്ടാസ് ആർ ദർ ഇൻ ദ രാമായണ? ഹൗ മെനി കാണ്ടാസ് ആർ ദർ ഇൻ ദ രാമായണ? ഫസ്റ്റ് ഹൗ മെനി? രാമായണത്ത് വെച്ചാ ഇങ്ങനെ മറ്റേ വാൽമീകി രാമായണം. വാൽമീകി രാമായണം അല്ല, നമ്മുടെ അധ്യാത്മ രാമായണം. അടിപൊളി. ടിക് ടിക് വൺ. കൊടുത്തോളൂ വിട്ടുല്ലോ കാർത്തു. സോ ലാസ്റ്റ് പണിഷ്മെന്റ് എന്റെ മിട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കഴിച്ചു, അത് നീ കഴിച്ചു, നല്ല ടേസ്റ്റാ. അത് വിഴുങ്ങണ്ട, കഴിച്ച എന്നെ പറ്റുള്ളൂ. ആ ഒരു എക്സ്പ്രഷൻ നന്നായിട്ട് കടിച്ചേ, നീ കാണണം. നന്നായിട്ട് കടിച്ച. കാണിച്ച്, നാക്കൊന്ന് കാണിച്ച്. ആ നന്നായിട്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. ഇത് വർക്കില്ലല്ലോ. ഹു വാസ് ക്രിയേറ്റഡ് ബൈ ദ യോൺ ഓഫ് ബ്രഹ്മ? മീൻസ് നമ്മുടെ ബ്രഹ്മാവിൻ്റെ കൂട്ടുവായിൽ നിന്ന് വന്ന ഒരാളുണ്ട്. ആളുടെ പേരാണ്. കാർത്തു ആണിത് പറയേണ്ടത്. ഹു വാസ് ക്രിയേറ്റഡ് ബൈ ദ യോൺ ഓഫ് ബ്രഹ്മ? എഗ്ഗോ? ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4 ആൻഡ് ടിക് ടിക് 5. അപ്പോൾ നമ്മുടെ ഇല്ലില്ല, ഒന്ന് കഴിച്ചു നോക്കാം. ഒന്ന് കടിച്ചു കഴിക്കണേ. നന്നായിട്ട് കടിച്ചോ, നന്നായിട്ട്. നല്ല ടേസ്റ്റാടി. കുരുമുളക് കഴിച്ചിട്ടില്ലല്ലോ, നല്ല ടേസ്റ്റാ. ആ ഒരു ഫീലിംഗ്. അവളാണ് ആദ്യമായിട്ട് അവള് കുരുമുളക് കഴിച്ചത്. നീ സത്യം പറഞ്ഞ ഫേക്ക് ആണോ കാണിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാ പെട്ടെന്ന് എടുത്ത് വെള്ളം കുടിച്ചോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുരുമുളക് കഴിക്കണം നല്ലതാ, അറിയോ? നല്ല രസമില്ലേ? അപ്പൊ ആരാണ് ബ്രഹ്മാവിന്റെ കൊട്ടുവായിൽ നിന്ന് വന്നതെന്ന് മനസ്സിലായോ? ജാംബവാനാ വന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അത് നമ്മുടെ മിട്ടുവിനോടാണ്. വിരാധ, ഹിസ് പ്രീവിയസ് ലൈഫ്? വിദ്യാധരൻ. ഓക്കെ, വെരി ഗുഡ്. സോ വിദ്യാധരനായിരുന്നു വിരാധന്റെ നേരത്തെയുള്ള പേര്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസിൽ എത്ര കറക്റ്റ് ആൻസർ കാർത്തു പറഞ്ഞു, മിട്ടു പറഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം, കൗണ്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്തതിൽ 20 ക്വസ്റ്റ്യൻസിൽ 8 കറക്റ്റ് ആൻസർ ആരാ പറഞ്ഞെന്നറിയോ? കാർത്തു. അപ്പോൾ 7 ക്വസ്റ്റ്യൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. 7 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി നമ്മുടെ മിട്ടു. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് കാർത്തു, 7 ക്വസ്റ്റ്യൻസ് നീയും കറക്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു വലിയ മിഠായി നമ്മുടെ കാർത്തു കഴിച്ചോളൂ. അത് മാത്രം പോരാട്ടോ, വിന്നറിന് പിന്നെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ക്യാരറ്റ് ഇല്ലേ, ആ ക്യാരറ്റ് ഫുള്ളും കൊണ്ട് എടുത്ത് കഴിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ആ വിന്നറിൻ്റെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രീഹരിക്കുട്ടന് കഴിച്ചോളൂ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ക്വിസ് ചലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.